Audience. ഹലോ ഹലോ, ഇത് ലില്ലിയല്ലേ? അതെ. ഇത് ആതിര ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണേ. അനിതയുടെ ഹസ്ബൻഡ്. ആ, അത് തന്നെ. പറഞ്ഞു ചേട്ടാ. ലില്ലി എന്നൊരു തടിയലമര വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? ഇന്ന് രാവിലെ അല്ല ഇവിടെ എത്തിയത്. ഞാനൊരു വണ്ടി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുവരട്ടെ? അല്ല ചേട്ടാ, അതെ. ആ, അല്ല, അത് എത്ര രൂപയായിരുന്നു പറഞ്ഞത്? അത് 15,000 ആണേ. 15,000? അല്ല, അപ്പോൾ അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാൻ പറ്റുമോ? അയ്യോ, ഇൻസ്റ്റാൾമെന്റോ? അല്ല, അങ്ങനെ അത് അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു, അതുകൊണ്ടായിരുന്നു. ആ, നോക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ ആദ്യം എത്ര രൂപ തരേണ്ടി വരും? ആദ്യം ഒരു 10,000 തന്നിട്ട് ബാക്കി 2 മാസം കൊണ്ട് അടച്ചാലും മതി. അത് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഞാനേ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ ചേട്ടനെ? വിളിക്കണേലല്ലേ, ഓർഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് കോഴിക്കോട് നിന്ന് സാധനം ഇങ്ങ് എത്തിച്ചത്. അല്ല, എന്താണെന്നറിയോ, ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത്, പുറത്തൊരു സ്ഥലത്ത് നിൽക്കുവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഏട്ടൻ്റെ അടുത്തും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, ശരി ശരി ശരി. അത് മതിയോ? ആ ശരി എന്നാൽ. വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ ശരി. ആണിതനെ അന്വേഷിച്ചെന്ന് പറയണേ. പറയാം. ശരി ചേട്ടാ. ശരി ശരി. ജോലിയൊക്കെ തീർന്നാടി? ഞാൻ ചോദിച്ചിട്ടില്ലേ ജോലിയൊക്കെ തീർന്നാന്ന്? ഇത് മെഴുക്കുരുട്ടിയെ കൂടെ മതി. എന്താ ആലോചിച്ചിട്ട്? ഒന്നുമില്ല. എന്തേ? ഒരു കാര്യമുണ്ട്. പറഞ്ഞ ഏട്ടൻ എന്നോട് ചൂടാവും. ചൂടാവുന്ന മൂടല്ല, നീ പറ. പിന്നെ ഏട്ടാ, നമ്മുടെ മറ്റേ റൂമിലത്തെ തടിയലമാരിയില്ലേ, നമ്മുടെ റൂമിലിരിക്കുന്നു, അതിൻ്റെ ഒരു സൈഡ് ആകെ ചെറുത്ത് ചെതലെടുത്തിരിക്കുമല്ലേ. അതുവഴിയാണ് ഈ പാറ്റയും പല്ലിയൊക്കെ കയറുന്നത്. എൻ്റെ എന്തോരം ഡ്രസ്സാണെന്നറിയോ പാറ്റ വെട്ടിക്കളഞ്ഞത്. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അനിതയില്ലേ, അനിത എൻ്റെ കൂട്ടുകാരി, അവൾക്ക് ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അവളോട് ഇങ്ങനെ സൂചിപ്പിച്ച് നല്ല ഏതെങ്കിലും തടിയലന്മാർ വരുവാണെങ്കിൽ പറയണം. അപ്പോൾ അവൾ പറഞ്ഞ് നല്ല ലാഭത്തിന് എടുത്തു തരാം, അങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അനിതയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചേക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞു കാരണം അവർ കോഴിക്കോട് നിന്നെങ്ങാണ്ട് അലമാരി വരുത്തിച്ച് അവരുടെ ഷോപ്പിൽ വെച്ചേക്കുന്നു. അപ്പം അത് എടുക്കണം, വരുമ്പോൾ വിളിച്ച് പറഞ്ഞേക്കുന്നു എടുക്കണമെന്ന്. അത് എടുക്കണമെങ്കിൽ പൈസ വേണം ഏട്ടാ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊന്നും പറ്റൂല. 15 രൂപയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇൻസ്റ്റാൾമെന്റ് എങ്ങനെയാണ്. അപ്പോൾ അവർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരത്തില്ല, പിന്നെ ലില്ലിക്ക് ആയതുകൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും 10 രൂപ കൊടുക്കണം ആദ്യം, പിന്നെ ബാക്കി നമുക്ക് പിന്നെ കൊടുത്താൽ മതി. 10 രൂപ കൊടുക്കാൻ ഇപ്പം വേണ്ടേ? ഒന്നാമത് സസ്പെൻഷനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ് അല്ലേ. വൈകുന്നേരം പോവാം, നമുക്ക് വൈകുന്നേരം പോയി നോക്കാം. പൈസ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നോക്കാം നമുക്ക്. അനുഭവം എവിടെ നീ? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചേ. കുറച്ച് സാഹചര്യം എന്നെ വിളിച്ചിട്ട്. കുഴപ്പമില്ല, കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. എടാ, പിന്നെ ഈ ഒരു ഉണ്ടെങ്കിൽ മതി, ഒരു 10,000 രൂപ എടുക്കാനുണ്ടോ അവിടെ? അല്ല, എൻ്റെ പൈസ ഉണ്ട്, പക്ഷെ അത് ഈ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളായിട്ട് ആശുപത്രിയിൽ എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ. ഇത് വേറൊരു ആവശ്യത്തിനായിരുന്നു. ഒരു 5,000 സാറല്ലേ, കുഴപ്പമില്ല. അത് ഞാൻ വേറെ നോക്കിക്കോളാം. ശരിടാ.
6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാന മാഷ് കണാരൻ മാഷ് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാകണമെന്ന്. ഓരോ കുട്ടികൾ പറഞ്ഞു അവർക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ജഡ്ജി ആവണം. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കറ തീർന്നൊരു പൊതുപ്രവർത്തകനാകണമെന്ന്. അത് ഞാനിപ്പോൾ ആയി. അതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ഞാനിപ്പോൾ. ഇവിടുത്തെ പുല്ലിനും പൂവിനും പൂമ്പാറ്റയ്ക്കും അറിയാം ഈ ക്ലീറ്റസ് മത്തായിയുടെ പ്രവർത്തനങ്ങൾ. അതുവരെ കലക്കി. ഇനി ബാക്കി മരണം വരെയും കറകളഞ്ഞ ഒരു പൊതുപ്രവർത്തകനായി തന്നെ ഇതാണ് ക്ലീറ്റ പ്രസംഗിക്കാൻ പോകുന്നത്. ജീവിക്കണമെന്ന ആൾക്കാർ കൂകും. കറ കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ നല്ല ആൾക്കാര് ആൾക്കാർ കേട്ട് കൂവും അല്ലേ? എനിക്ക് തന്നെ കേട്ടിട്ട് ചിരിവനെ. നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. എന്തോന്ന് കാണിക്കുന്നത്? എന്ത് കുറഞ്ഞാടി അതിനകത്ത് വീണെങ്കിൽ അത് മുണ്ടെടുത്തങ്ങ് തുടക്കി. നിനക്ക് വേറെ എങ്ങും സ്ഥലം കിട്ടിയില്ല അല്ലേ? ഞാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ തങ്കം? അപ്പൊ ഇത് പ്രധാനപ്പെട്ടതല്ലേ? ഇതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇത് വേവിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അതെ, ഇതൊക്കെ വേവിക്കാനാണ് അടുക്കളയിൽ നിന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അവിടെ ഇരുന്ന് ഉണ്ടാക്കണതല്ല. ഞാൻ ഇവിടെ ഇരുന്നാണ് എല്ലാ ദിവസവും കറി കഴിയുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതാൻ നിങ്ങൾ പാർട്ടി ഓഫീസോ എവിടെയാന്ന് വെച്ചാ പോ. ഞാൻ വേറെ ഓഫീസ് എടുക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, വേഗം പൊക്കോ. അതാകുമ്പോ തിന്നു കുടിച്ച് അവിടെ തന്നെ അങ്ങ് കിടക്കാം. ഒരു കാര്യം അന്വേഷിക്കണ്ടല്ലോ. ഓ എന്ത് കോ? നിനക്കപ്പോ അത്ര സ്വസ്ഥതയും സമാധാനവും സന്തോഷമാവുമല്ലോ അല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറുമ്പോ? അതെ, മാറുമ്പോ നിനക്കിപ്പോ എന്താ ഇവിടുത്തെ പ്രശ്നം? എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പരിഹരിക്കുവോ? നിങ്ങൾക്കല്ലെങ്കിലും അത് മാത്രമേ പ്രധാനമുള്ളൂ. വേറെ ഒരു കാര്യവും എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരിടത്ത് പ്രസംഗിക്കാനുള്ളതാണ് സ്കൂളിലെ പിള്ളേരെ മുമ്പിൽ. നിങ്ങൾ പ്രസംഗിക്കാൻ വരട്ടെ. എന്റെ പ്രസംഗം കുറച്ചു നേരം നിങ്ങൾ കേൾക്കിനി. നിന്റെ അധിക പ്രസംഗം ഞാൻ കുറെ നാൾ കൊണ്ട് കേൾക്കല്ലേ. ഇനി എന്ത് കേൾക്കാൻ? ക്ലീറ്റോ അതൊന്ന് അടച്ചു. എനിക്ക് ചെവി കേൾക്കാം. ഒരു കാര്യം എഴുതി എന്റെ മൂഡ് കളയാനായിട്ടും. ഒരു കാര്യമുള്ള കാര്യം പറയുമ്പോ നിങ്ങളുടെ മൂഡ് ഇത് എങ്ങനെ പോകുന്നു? ഞങ്ങൾക്കൊന്നും മൂഡ് പോണില്ലല്ലോ. എന്താ നിനക്കിപ്പോ പറയാൻ? പറയാങ്ങോട്ട്. അവന്റെ സസ്പെൻഷനായിട്ട് എത്ര നാളായി? നിനക്കറിഞ്ഞൂടാ എത്ര നാളായി? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ നിനക്ക് അറിഞ്ഞൂടാ. ഏതാണ്ട് ഇപ്പൊ 2 ആഴ്ച കൂടുതലായി. ആയല്ലോ. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ നേരം വരെ ചെറുക്കൻ്റെ അടുത്ത് പോയെന്ന് സംസാരിച്ചോ? അത് ഞാൻ സംസാരിച്ചാൽ പോരാ. അവൻ്റെ സ്വഭാവം നല്ലതായിരിക്കണം, എങ്കിലേ ഈ സസ്പെൻഷനൊക്കെ ഒഴിവാകും. പിന്നെ ഇവനോട് ഞാൻ എങ്ങനെ സംസാരിക്കും? എൻ്റെ മുഖത്ത് നോക്കൂല. എന്നെ കാണുമ്പോൾ അവൻ കടിച്ച് തിന്നാനുള്ള ഇതിൽ നടക്കണമെന്ന് ഞാൻ വിഷമം കൊണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ അവൻ്റെ കാല് പിടിക്കണോ? ഇന്ന് തൊഴുത് നിൽക്കണോ? നീ എന്നോട് സംസാരിക്കുന്നു. നിങ്ങൾ അവനോട് മിണ്ടണ്ട. നിങ്ങൾ ഭയങ്കര കറ കളഞ്ഞ രാഷ്ട്രീയക്കാരനാണല്ലോ. ഇവിടുത്തെ എന്താ പുല്ലിനും പൂവിനൊക്കെ അറിയാം. അറിയാം, കുറെ അറിയാം. നിങ്ങൾക്ക് ഒരുപാട് പിടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരോടെങ്കിലും ഒന്ന് ചെന്ന് നിങ്ങൾക്ക് അവന്റെ സസ്പെൻഷന്റെ കാര്യം ഒന്ന് ശരിയാക്കാൻ പാടില്ലേ? അത് ചെയ്യാത്ത എന്തേ നിങ്ങൾ? എടി, ഞാൻ അവനോട് എപ്പോഴും പറയണ കാര്യമാണ്, കളിക്കുമ്പോൾ ആളും തരവും കണ്ട് കളിക്കണമെന്ന്. അത് കളിക്കാത്ത തന്നെയാണ് ഇപ്പം അവനെ കളി പഠിപ്പിച്ചതാ വീട്ടിൽ ഇരിക്കുന്നത്. തരകൻ സാറിൻ്റെ പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ടോണ്ടല്ലേ തന്നെ. അതുകൊണ്ടല്ലേ ഇതുണ്ടായത്. ഞാൻ ഡൽഹിയിൽ പോയ സമയം ഈ സംഭവം അവിടെ നടന്നു. ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും അവനെ ഉപദേശിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ അറിയാം ഇതിനകത്ത് നിങ്ങൾക്ക് പങ്കുണ്ട്. എൻ്റെ കണ്ണിന് എന്ത് കുഴപ്പം? ഇത് ജന്മന ഇങ്ങനെ തന്നെയാണ്. ജന്മന ഇങ്ങനെയായിരിക്കും, പക്ഷെ നോണ പറയുമ്പോൾ അതൊന്നും കൂടി മുഴിയും. നിങ്ങൾ എന്താ ചെയ്തത്? ഈ തരകൻ സാറിനെ കൊണ്ട് നിങ്ങൾ ഇടങ്കോലിട്ടിട്ടല്ലേ അവന് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തത് അല്ലേ? പറയടി, നീയും കൂടെ പറയടി. നീ പറഞ്ഞു നീ അങ്ങനെ ആക്കടി. ആണടി. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു. ഞാനും എന്റെ ഇളയ മോൻ തക്കിടും പിന്നെ മൂത്ത മോളെ വിളിച്ചു. പക്ഷെ അവക്കെന്തോ ഒരു പരീക്ഷയുണ്ട്, അവള് വന്നില്ല. പിന്നെ എൻ്റെ അപ്പനുണ്ടല്ലോ, അപ്പനും ഞാനും ഞങ്ങളെ മോനും ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് നിന്റെ ആങ്ങളയ്ക്ക് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തത്. നിനക്കിപ്പോൾ സമാധാനമായ? എടി, 10-15 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ പറ്റൂല എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നീ ഭാര്യയാണ് ഭാര്യ. ബാബു കനകന എവിടെ? ഇല്ലേ, വെറുതെ വിളിച്ച? ഞാൻ വിളിക്കാം. ബാബു ഇല്ല, വെറുതെ വിളിച്ച. ചുമ്മാ ഇരുന്നപ്പോ ആരെങ്കിലൊക്കെ വിളിക്കണ്ടേ? സമയം പോകണില്ല. ഏട്ടാ, ഇങ്ങോട്ട് വയ്ക്കേ. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് പിടിച്ചേ. ഇതുകൊണ്ട് പണയം വെച്ചിട്ട് പൈസ വെച്ചോളൂ. അല്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കണ പൈസ ഇപ്പൊ അലവായി വാങ്ങിക്കാൻ എടുക്കണ്ടല്ലോ. ഞാൻ ഇടാറില്ല ഏട്ടാ, ഇത് മാറ്റി വെച്ചേക്കണതാ. പുറത്തു പോകുമ്പോഴൊക്കെ പിന്നെ എന്തിനും? പുറത്തു പോകുമ്പോഴത്തേക്ക് ഇതേ 2 വളയുണ്ടല്ലോ. അല്ലെ തന്നെ എല്ലാം കൂടി ഇട്ടോട്ട് പോണേ എന്തിനാ?
ആളുകൾ കളിയാക്കും. പിന്നെ വേണമെങ്കിൽ തന്നെ വരവ് വാങ്ങിക്കാമല്ലോ, അതാകുമ്പോൾ കള്ളന്മാരെ പേടിക്കാൻ വേണ്ട. എന്നാ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടല്ലേ ഏട്ടാ കോഴിക്കോട് നിന്ന് അവർ സാധനം കൊണ്ടുവന്നത്. വാങ്ങിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ? അത് ശരിയാണ്, നമ്മളായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതന്നെ നല്ലത്. അതെ, അല്ലെ സാറിന് തന്നെ ഈ അലമാരി വാങ്ങിക്കേണ്ടായിരുന്നില്ലെങ്കിൽ. നിനക്ക് വേണ്ടെന്നുള്ള ഉറപ്പല്ലേ? എന്നാ കൊണ്ടുപോകും, ചെല്ല്, പോയിട്ട് വാ. എന്നാ ചെല്ല്. നാരായണേട്ടാ ഇങ്ങോട്ട് വന്നേ. ഈ ചായക്ക് എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങുന്നേ? എടാ നീ എത്ര നാളായിരുന്നു ഇവിടെ ചായ കുടിക്കുന്നത് എനിക്ക് അറിയത്തില്ലേ? എന്നാലും നിങ്ങളൊന്ന് പറ, ഇതിന് എത്ര 10 രൂപ. ഓ, ഇതേപോലൊരു മാട്ട ചായ, നിങ്ങൾക്ക് ഇത്ര നാളെ ചായ അടിക്കാൻ അറിയത്തില്ലേ? ഇത് എന്ത്? എടാ കൂടുതൽ വർത്താനം പറയല്ലേ. നീ ജനിക്കുന്നതിന് ഇവിടെ ചായ അടി തുടങ്ങിയതാ ഞാനിവിടെ. എന്നിട്ട് ഇത്രയും നാൾ പഠിച്ചില്ലല്ലോ. ഇതിന് 10 രൂപ ഞാൻ തരില്ല എന്തായാലും. അതാണ്ട് 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് ചായ പുറത്ത് കിട്ടും. നീ അവിടെ പോയി കുടിച്ചാൽ മതി. ഇതിനാണോ 10 രൂപ? ഇതിന്റെ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൈസ കൊടുത്തിട്ട് പോകും. ഞാൻ പൈസ തരില്ല. പഞ്ചസാര കുറച്ചിട്ട് ഇത് മധുരം ഇല്ലല്ലേ എന്ത്? എടാ എത്ര നേരമായി നിനക്ക് ചായ വേണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അതിന്റെ പൈസയും ചായ കൊടുത്തിട്ട് വെള്ളത്തിലെണ്ണ അതല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്തോന്ന് ഈ ചായ? ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചായ അടി തുടങ്ങിയതാ ഇവിടെ. നാട്ടുകാരോട് ചോദിക്കുന്നേ പോയിട്ട്. വന്ന് ആണ് കിഴക്കാൻ പാട് തന്നെ വരുന്നത്. പുട്ടുണ്ടെണ്ണ? പുട്ടില്ല, കേക്കുണ്ട്. ഉണക്കപ്പുട്ടായിരിക്കും. അതും കഴിക്കാൻ നാട്ടിലെ ആള് കാണുമല്ലോ. ബാല കൂടുതൽ നീ ചൊറിയല്ലേ. യഥാർത്ഥ സത്യമാണ് ഞാൻ പറഞ്ഞത്. നീനെ കുടിക്കണ്ടെങ്കിൽ വേണ്ട ഒരു ചായ. ഇവിടുത്തെ ഫിനാൻസ് ഇന്ന് തുറന്നിട്ടില്ലായിരുന്ന? അവരവിടെ ഉണ്ടായിരുന്നല്ലോ, രാവിലെ അങ്ങോട്ടും പോയിട്ടുണ്ടാവും. അടച്ചിരിക്കുന്നുണ്ട്. കനക സാർ ഇപ്പോൾ സസ്പെൻഷനിലാണല്ലേ? ആ, എന്തോ സ്വർണ്ണക്കടത്തിന് വല്ലതും കൂട്ടുന്നതാണോ? ബാല ആ വാ വെച്ചൊന്നും പറയാതെ. അന്നേന്ന് ചുമ്മാ ഇരിയണ, ഞങ്ങൾ പുതിയ സെറ്റപ്പ് തുടങ്ങാൻ പോവില്ല. കനക സാറേ, കടത്തിയ സ്വർണ്ണമൊക്കെ എത്രയുണ്ട്? പണയക്കടയിലൊന്നും കൊണ്ടുവന്ന് വെച്ച് കളയരുത്. നമുക്ക് പുതിയ സെറ്റപ്പൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. എത്ര വേണമെങ്കിലും നമ്മൾ എടുത്തോളും. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ പോലെ. ആവശ്യമില്ലാത്ത കാര്യം എന്തോ ഉടായ്പ കാണിച്ചിട്ടാണ് സാർ സസ്പെൻഷനായത്. ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴല്ലേ സ്റ്റേഷനിൽ കയറ്റി ഇടിയും കുഴിയും ഒക്കെ. ചായ വേണ്ട, ഞാൻ ഇറങ്ങും. സാർ അവിടെ ഇരിക്കേ, ഒരു വാ പോയ കോടാലിയാന്നേ, അതൊന്നും കാര്യമാക്കണ്ട. അല്ല, ഏട്ടനറിയാലോ ഞാൻ എപ്പോഴെങ്കിലും ഞാനൊരു പോലീസുകാരൻ രീതിയിൽ ജാട കാണിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ നിയമം വിട്ട് ഒരു കാര്യം ചെയ്തിട്ടുമില്ല. അതിപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പൈസ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി വളയുണ്ട് പണയം വയ്ക്കാൻ വെച്ചത്. അത് നടന്നില്ല. നിനക്കിപ്പോ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായി ഈ അലമാരയുടെ ഈ സമയത്ത്? ചേച്ചി അത് ഇപ്പൊ പറഞ്ഞതല്ലെന്ന്, എപ്പോ മുമ്പ് ഞാൻ അനിതയോടൊന്ന് സൂചിപ്പിച്ചതായിരുന്നു. അപ്പൊ അവരെന്ത് മര്യാദ കേട്ട ആൾക്കാരാ? അവര് അങ്ങനെ ഒരു സാധനം കുറെ നാൾ മുമ്പാണെങ്കിൽ ഇപ്പൊ വേണോന്നൊരു ചോദ്യം ചോദിക്കണ്ടേ? ചോദിച്ചെന്നും പറഞ്ഞ അപ്പൊ തന്നെ ഇത്രയും നാള് കഴിഞ്ഞിട്ട് അത് ഈ കോഴിക്കോട് നിന്ന് അതെന്താ സംഭവം? അവര് കോഴിക്കോട് നിന്നാ സാധനം എടുക്കണത്, ഞാനല്ലല്ലോ കോഴിക്കോട് നിന്ന് എടുത്തത്. എനിക്കറിയാൻ പാടില്ല. അവര് ഇപ്പൊ ഇന്ന് അയാള് വിളിച്ചിട്ട് പറയാ പറ്റിക്കല്ലേ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നതെന്ന്. അതാണ് ഞാൻ അറിയണത് ഇത് കോഴിക്കോട് നിന്ന് പറഞ്ഞതെന്ന്. കോഴിക്കോടൊന്നും ഇവിടെ ഒന്നും സാധനം ഇല്ലാത്ത പോലെയാ കോഴിക്കോട് നിന്ന്. എന്താണ്ട് ഏറ്റവും നല്ലത് നിലമ്പൂരിന്നാ, കൂത്താട്ടുകുളം എന്നൊക്കെ പറഞ്ഞ കേൾക്കാല്ലോ, അവിടെയാണ് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസക്ക് അവിടെ പോയി എടുത്താൽ പോരെ. ഈ കാലം ഇങ്ങനെയൊക്കെ വരുമെന്ന്. ഇതിപ്പോ ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ? അവളുടെ മോത്തികാരം അങ്ങനെ നോക്കും പോയേച്ചി അവിടെ നിന്ന്. പിന്നെ എടുക്കാടി, ഇത് മീനൊന്നും അല്ലല്ലോ ചീഞ്ഞു പോവാൻ, അതവിടെ കിടന്നോട്ടെ. പിന്നെ എങ്ങാനും പോയി മേടിക്കണം. ഈ പൈസ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടായി പോയത്. വരണോട്ടാ, പറ്റിക്കല്ലേ, നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളു. അത് നമ്മളുടെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയില്ലേ. ഓ ആ അമ്പ അമ്പ ആ അമ്പ കൊടുക്കട്ടെ. എന്തായി വെച്ചാ? ഇല്ല,
ഇല്ല വെക്കാതെ ചില്ലടി എന്താ വെക്കാഞ്ഞെന്ന്? ഇപ്പോഴത്തെ അവസ്ഥയല്ലേ ആ നമ്മള് സസ്പെൻഷനിലായതുകൊണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാനും തെറ്റാണല്ലേ. അതിന് അഴിമതി കേസിലുണ്ടാക്കിയ പൈസയിലൂടെ പൂഴ്ത്തി വെക്കാനാണ് അലമാര ഓടിക്കുന്ന ആൾക്കാർ വയ്ക്കുന്നത്. പിന്നെ അങ്ങനെ വിചാരിക്കണം, ആര് വിചാരിക്കുന്ന അങ്ങനെ ആരെങ്കിലും പറഞ്ഞ? ആ ഇതിപ്പോ ആൾക്കാരെ പേടിച്ചിട്ട് നമുക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ ദൈവമേടെ. ആര് പറഞ്ഞ അങ്ങനെ? സാരല്ല പോട്ടെ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത് അപ്പൊ ഇനി അവരോട് വിളിച്ച് ഞാൻ എന്ത് പറയും? വേണ്ടെന്ന് പറയാ. ഇത് കണ്ട ചേച്ചി പിടിയേ അവിടെ എങ്ങനെ കൊണ്ട് വെക്കാം. എന്താടാ എന്താ ക്ലീറ്റ് ഇവിടെ ഇല്ലല്ലോ. ആര് ക്ലീറ്റോയോ? അവിടെ സംസാരം ആരുമായിട്ട്? അറിയത്തില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് വന്നു. ഇങ്ങോട്ട് വന്നില്ല. നീ ഒന്ന് വിളിച്ചത് കാര്യം എന്താ? ഒന്നും അറിയത്തില്ല. വിളിച്ചിട്ട് എടുക്കുന്നില്ല. കനക എനിക്ക് വയ്യ. ഇപ്പൊ കിട്ടിയെന്നെ ധാരാളം എനിക്ക്. ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കടാ. ഞാൻ കുറെ തവണ വിളിച്ചേട്ടത്തി. ഞാൻ നടരാനെ ഒന്ന് വിളിച്ചോട്ടെ. നടരാ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഹലോ നടരാന, ഞാൻ റൊണാൾഡോ. എന്തുവായിരുന്നു അവിടെ വിഷയം? ന്യൂജൻ 18 തികഞ്ഞവർ 10 ലക്ഷം, ഇതിൽ 70% പേർക്ക് വോട്ടില്ല. പുരുഷു, നമ്മൾ ഈ ന്യൂജൻ പിള്ളേരെ പഠിക്കണം. 10 ലക്ഷം പേര് വോട്ടില്ലാന്ന് നിൽക്കണം. അതിൽ ഒരു 5 ലക്ഷം പേരെ നമ്മളെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ ഭരണം നമ്മുടെ കയ്യിൽ. അപ്പം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനി നമ്മൾ മുന്നോട്ട് പോയാലേ പറ്റൂ. ഇതേ ചെറിയൊരു പ്രശ്നമുണ്ട്. എവിടെ ഇരി, എവിടെ ഇരുന്ന് കാര്യം പറ. എന്താണ് നിനക്ക് പ്രശ്നം? ഞാൻ നായരേട്ടൻ്റെ കടയിൽ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും കനക സാർ അവിടെ വന്നു. നമ്മുടെ അപ്പോഴത്തെ ബാലൻ ഉണ്ടല്ലോ, ചൊറിയൻ ബാലൻ. അപ്പം അതെ, കുറെ നാളായി അവൻ ചൊറിയാൻ തുടങ്ങിയിട്ട്. അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. വാ. പോയിനടാ കളിയൊക്കെ നിർത്തിയറേ. ഇതൊന്നും പഠിക്കാനൊന്നും ഇല്ലേ? രാവിലെ ഇറങ്ങും ഇവിടുന്ന് ഇങ്ങനെ ആക്രി പന്ത് സംഘടിപ്പിച്ചോണ്ട് താട്ടലും മുട്ടലും. പോയടാ പറഞ്ഞ കേട്ടില്ലേ? പോ. മതി. ചുമ്മാ നിങ്ങൾ കളിക്കണ്ട. കളി നിർത്തിയാലേ. നമ്മളിവിടെ കുറച്ചൊക്കെ കളിച്ചാൽ മതി. എങ്ങനെ കളിക്ക നിർത്തിയാലേ? പറഞ്ഞ കേൾക്കത്തില്ലേ? എന്താ കളിട്ടേ? നിങ്ങൾ കളിച്ചോളാ. എന്ത് നീ ആരാണ് നിന്റെ വിചാരം? നീ എരപ്പ, നീ എന്റെ അടിയിൽ തോന്നിയ ദിവസം കാണിക്കണം. എന്താ പോന്നേ? പിന്നെ എങ്ങോട്ട് പോകണം ഞാൻ? ആ ഫോണൊന്നു തന്നെ. എന്തിന്? ഈ ഫോണിനി നിങ്ങൾ ഉപയോഗിക്കണ്ട കേട്ടാ. ഈ ഫോണോട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾ ഇനി ഉപയോഗിക്കണ്ട. ആവശ്യം വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം. ഈ കളിക്കാതെ ഫോൺ ചെയ്യാം. ഇപ്പൊ നിനക്ക് ഫോണുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴത്തെ വായിലോട്ട് വെക്കാനായിട്ട്? അതെ, എന്റെ ഫോൺ ആര് വിളിക്കുമ്പോൾ എടുക്കണം വേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ്. ആണോ? നീ വിളിക്കാൻ എടുത്ത് വിളിച്ചപ്പോൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു? നിങ്ങൾക്ക് എന്താ ഫോൺ എടുത്താല്? ഞാനേ വേറെ 100 പരിപാടിയായിട്ട് നടക്കുന്ന ഒരാളാണ്. നീ വിളിക്കുമ്പോൾ തന്നെ ഉടനെ ഫോൺ എടുക്കണമെന്ന് പറയാൻ പറ്റൂല. തല്ലിക്കൊന്ന ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വരും, നീ അറിയാതെ ഇരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആരെ അവിടെ കുത്തി മലത്താൻ പോയി എന്ന് പറഞ്ഞിട്ടല്ലോ. അതൊക്കെ എന്തായാലും ആയിക്കൊണ്ട് പോട്ട്. അത് പലതും കാര്യം പറ. എന്താ എവിടെയായിരുന്നു? എന്താ അടി ഒരുത്തിന് വേണമെന്നുണ്ടായിരുന്നു, അവൻ ചോദിച്ചു വാങ്ങിച്ചു കൊടുത്തു അടി, അത്രേ ഉള്ളൂ. വലിയ കേമത്തരം. എന്തിനാ അടി ഉണ്ടാക്കിയെന്ന് പറ. നിങ്ങൾ അല്ലാതെ നിങ്ങൾ അകത്തോട്ട് കയറില്ല. നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. വേറെ ഒന്നും എനിക്ക് ചോദിക്കാൻ. അവൻ അടി കിട്ടാൻ യോഗ്യനായിരുന്നു, കൊടുത്തു. നമ്മുടെ കുടുംബത്തെ പറ്റി മോശം പറഞ്ഞ പിന്നെ കേട്ടോണ്ടിരിക്കണോടി ഞാൻ. കുടുംബത്തിനാ മോശം പറഞ്ഞിട്ടാ? ആണ്. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറിയവനാണെങ്കിൽ ഈ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ കുടുംബം പോലെയാണ്. അപ്പൊ ഈ കുടുംബത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഞാനത് കേട്ട് നിൽക്കൂല, ഞാൻ കൊടുക്കും. അടി കൊടുക്കും. അതിപ്പോ ആരായാലും എന്ത് എക്സ് ഓർ വൈ അതൊന്നും അല്ല വിഷയം. ഇപ്പൊ ഈ കുടുംബത്തെ പറ്റി മോശം പറഞ്ഞാൽ തല്ലി ഞാൻ. ഈ എക്സും വൈയും ആരാ? കനകനല്ലേ? അവനെ തല്ലി എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കും എന്റെ ആരെ എന്റെ ഫോണിങ്ങോട്ട് നീ കളിക്കാതെ.
Aliens.